ആര്യാടൻ മുഹമ്മദിനെ ഈ ഗവൺമെന്റ് സംവിധാനത്തിന്റെ ഭാഗമായിട്ട് തന്നെ ഉൾക്കൊണ്ടില്ലേ? CH മുഹമ്മദ് പോയ ഇടതുപക്ഷ ജനാധിപത്യങ്ങളുടെ ഭാഗമായിട്ട് വന്നില്ലേ? കുഞ്ഞാലിക്കുട്ടി വന്നില്ലേ? അവരെല്ലാം കമ്മ്യൂണിസ്റ്റ് പാർട്ടി എതിർക്കാത്തവരല്ല, നല്ലപോലെ എതിർത്തവരാണ്. ഒരു നിലപാട് സ്വീകരിച്ചുകൊണ്ട് ഒരു പ്രസ്ഥാനത്തിന്റെ ഭാഗമായിട്ട് നിൽക്കുമ്പോൾ അതിന്റെ ഭാഗമായിട്ട് തന്നെയുള്ള ശക്തിയായ എതിർപ്പ് അവർ പ്രകടിപ്പിച്ചിട്ടുണ്ട്. എന്നാൽ അവരെല്ലാം അവരുടെ നിലപാടിൽ മാറ്റം വരുത്തി ഇടതുപക്ഷവുമായി സഹകരിച്ച് പൊതുവായ ധാരണയോടെ പ്രവർത്തിക്കുകയും ചെയ്തിട്ടുണ്ട്. രണ്ടും കണ്ടവരാണ് കേരളം. അവർ സരിന്റെ വിമർശനത്തെ പറ്റി ഞങ്ങൾ അത്രയും കാണുന്നു. സരിൻ കഴിഞ്ഞ 8 കൊല്ലക്കാലം പൂർവ്വ രാഷ്ട്രീയത്തിന്റെ ഭാഗമായി പ്രവർത്തിച്ച ഒരാളാണ്. അദ്ദേഹം ഡോക്ടറായിരുന്നു. മെറിറ്റ് അടിസ്ഥാനത്തിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജ് പഠിച്ച ഡോക്ടറാണ്. അവിടുത്തെ അവസ്ഥയായി. എന്റെ ഭാര്യയും ഡോക്ടറാണ്. സരിൻ ഒരു ഘട്ടത്തിൽ സിവിൽ സർവീസ് ജയിച്ചതിന് ശേഷം ജോലിയിൽ പ്രവേശിച്ച് മുമ്പോട്ടേക്ക് പോകുന്ന ഘട്ടത്തിൽ 8 വർഷം മുമ്പ് അദ്ദേഹം കോൺഗ്രസ് പാർട്ടിയുടെ ഫുൾ ടൈം ചെയർമാനായിട്ട് മാറി. ഞാൻ സരിനോട് സംസാരിച്ചപ്പോൾ സരിൻ എന്നോട് പറഞ്ഞു, ഞാൻ ഒരു ആദർശവാനായിട്ട് നിൽക്കുകയായിരുന്നു. പഠിക്കുമൊക്കെ ഒരുപാട് അരാഷ്ട്രീയം ഉണ്ടായിരുന്നു. പക്ഷെ എന്തെങ്കിലും സമൂഹത്തിൽ ജോലി ചെയ്യാൻ സാധിക്കുമല്ലോ എന്ന് വിചാരിച്ചാണ് ഞാൻ കോൺഗ്രസ് ചേർന്നത്. കോൺഗ്രസ് ചേർന്നപ്പോൾ ഒരു കാര്യം ഞങ്ങൾ തീരുമാനിച്ചു, ഞാനും എന്റെ ഭാര്യയും. എന്താ തീരുമാനിച്ചത്? എനിക്ക് ഇനി പൈസ ഒന്നും ഉണ്ടാവില്ല, ഞാൻ കുട്ടിയും കോൺഗ്രസ് പ്രവർത്തകനായിട്ട് മാറുകയാണ്. അതുകൊണ്ട് നമുക്ക് എങ്ങനെയാണ് കുടുംബം മുന്നോട്ടേക്ക് പോകേണ്ടത് എന്നാലോചിക്കുക. അപ്പോൾ അവർ എത്തിച്ചേർന്ന നിഗമനമാണ് അവരെ ഷാർജയിലേക്ക് അയക്കുക, അവിടെ ഡോക്ടറായിട്ട് ജോലി ചെയ്യുക, സരിന് ആവശ്യമായ സാമ്പത്തിക സഹായം ചെയ്യുക, സരിനെ കോൺഗ്രസ് ആയിട്ട് പ്രവർത്തിക്കാൻ അനുവദിക്കുക. ജയിക്കുന്നവരുടെ കരാർ. ഈ 8 കൊല്ലക്കാലം ആ കരാർ അനുഭവത്തിന്റെ വെളിച്ചത്തിലാണ്. അനുഭവമാണ് ഗുരുദാസൻ എന്ന് പറയുന്നത് വെറുതെയല്ല. അനുഭവത്തിന്റെ വെളിച്ചത്തിൽ സരിൻ ഈ കോൺഗ്രസുമായിട്ട് ചേർന്ന് പോകാനാവില്ല എന്നത്. തീക്ഷ്ണമായ പദങ്ങളും വാചകങ്ങളും സ്വന്തം പാർട്ടിയുടെ താല്പര്യം സംരക്ഷിക്കുന്നതിന് വേണ്ടി പ്രതിപക്ഷ രാഷ്ട്രീയത്തിനെതിരായിട്ട് ചെയ്യാനുള്ള കഴിവ് അസാമാന്യമായിരുന്നു സരിന്. ഞങ്ങളൊക്കെ മനസ്സിലാക്കിയത് തന്നെയാണ്. പക്ഷേ സരിൻ നിലപാട് മാറ്റി ഇടതുപക്ഷ പ്രസ്ഥാനത്തോടൊപ്പം നിൽക്കും, ഇടതുപക്ഷ ജനാധിപത്യങ്ങളുടെ ഭാഗമായിട്ട് ഞാൻ നിലകൊള്ളും എന്ന് ഉറപ്പു വന്നപ്പോഴാണ് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ സരിൻ മത്സരിക്കട്ടെ എന്ന് തീരുമാനിച്ചു. ആ സമ്മേളനം ഉദ്ഘാടനം ചെയ്തിരുന്നു ഞാൻ. ചേലക്കര സഖാവ് പിണറായി, പാലക്കാട് ഞാനുമാണ്. കൺവെൻഷൻ നല്ല നിറഞ്ഞ കൺവെൻഷനാണ്. പാലക്കാട് നമ്മുടെ 3-ാം സ്ഥാനത്താണ്. 3-ാം സ്ഥാനത്ത് നിൽക്കുന്ന പാലക്കാടിന്റെ ഒരു അവസ്ഥ വളരെ വളരെ സ്വാധീനം കുറവാണ്. നമുക്കൊരു 36,000 വോട്ടാകുള്ളൂ. 36,000 വോട്ട്. ഇവർക്ക് 50,000 വോട്ടിന്റെ അടുത്തിട്ട് 45,000 BJP. 4,000 വോട്ടിന്റെ വ്യത്യാസത്തിലാണ് കോൺഗ്രസും BJPയും ഉള്ളത്. അവിടെ നമ്മളുമായിട്ട് വലിയ വ്യത്യാസമാണ്. 16,000 വോട്ട് വ്യത്യാസം. പക്ഷേ മണ്ഡല കൺവെൻഷൻ വലിയ സംഭവമായി. ആ മണ്ഡല കൺവെൻഷനിൽ സരിൻ ഇരിക്കുന്നു. സരിൻ ഇരുത്തിക്കൊണ്ട് തന്നെ ഞാൻ പറഞ്ഞു, സരിൻ ഇപ്പോഴും കഴിഞ്ഞ 8 കൊല്ലക്കാലം പൂർവ്വ രാഷ്ട്രീയത്തിന്റെ ഭാഗമായിട്ട് പ്രവർത്തിച്ച് അതിന്റെ GPA ആയി നിലകൊണ്ട അവരുടെ ന്യൂ മീഡിയയുടെ ചുമതലക്കാരനായിട്ടുള്ള ഒരു സുഹൃത്തുക്കൾ. അദ്ദേഹം നിലപാട് മാറ്റിയിരിക്കുന്നു. പൂർവ്വ രാഷ്ട്രീയത്തിൽ നിന്ന് മാറി ഇടതുപക്ഷ രാഷ്ട്രീയത്തിലേക്ക് വന്നിരിക്കുന്നു. അങ്ങനെ ഇടതുപക്ഷ രാഷ്ട്രീയത്തിലേക്ക് വന്നു എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് എത്രയോ വർഷക്കാലത്തെ പ്രവർത്തനാനുഭവത്തിന്റെ ഭാഗമായിട്ട് രൂപപ്പെടുന്ന ഒരിടതുപക്ഷ രാഷ്ട്രീയം കൈകാര്യം ചെയ്യുന്ന ഒരാളായി എന്ന് തെറ്റിദ്ധരിക്കേണ്ട എന്ന് സരിനോട് ഞാൻ പറഞ്ഞു. കാരണം ഏതെങ്കിലും പദം പിടിച്ചിട്ടാണ്, വാചകം പിടിച്ചിട്ടാണ് സരിനെ പറഞ്ഞു, സരി ഇങ്ങനെ പറഞ്ഞു. അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തമായ രാഷ്ട്രീയ അവബോധമാണ് ഞാൻ ആദ്യം തന്നെ പറഞ്ഞത്. ഒറ്റ ദിവസം കൊണ്ട് 2 ദിവസം കൊണ്ട് 10
കൊല്ലം കൊണ്ട് ഒരാൾ വലതുപക്ഷത്തിൽ നിന്ന് വലതുപക്ഷം മാറി ഇടതുപക്ഷത്തിലേക്ക് വന്നാൽ അത് പൂർണ്ണമാവില്ല. എത്രയോ കൊല്ലം പിടിക്കും. കമ്മ്യൂണിസ്റ്റ് ഭാഗമായിട്ട് നിൽക്കുന്നവർ തന്നെ എത്രയോ കൊല്ലം പാടും. അപ്പോഴാണ് മാർക്സിസ്റ്റ് ആവാനുള്ള ശ്രമം ദ്രുതഗതിയിൽ മുന്നോട്ടേക്ക് നയിക്കാനാവുകയാണ്. അപ്പോൾ സരിന്റെ കാര്യത്തിൽ ഒന്ന് ശരിയാണ്. ഇപ്പോഴും ഇടക്കിടക്ക് അല്ലെങ്കിൽ തോന്നുന്ന പോലെ പറയുന്നുണ്ടല്ലോ. സരി ഇങ്ങനെ പറഞ്ഞു അഭിപ്രായിക്കാത്തത് ഞങ്ങൾ ആരും ഗൗനിക്കാത്തത് കൊണ്ടാണ്. ഞങ്ങൾക്കറിയാം സരിന്റെ രാഷ്ട്രീയ നിലപാടുകളെ സംബന്ധിച്ചിട്ടുള്ള കൃത്യവിക്തതയോടുകൂടി തന്നെയാണ് ഞാൻ ആദ്യം വരെ പറഞ്ഞത്. സരി ഇടതുപക്ഷ ജനാധിപത്യത്തിനോടൊപ്പം തന്നെ സജീവമായി നിന്ന് പ്രവർത്തിക്കുകയാണ്. ഇന്നലെ വളരെ ശക്തിയായ വാശിയേറിയ ഒരു പോരാട്ടം തന്നെയാണ് ചേർക്കര. ദേശീയ നേതൃത്വത്തിന്റെ വക്താവ് പ്രിയങ്ക മത്സരിക്കുന്ന മണ്ഡലമാണ് വയനാട്. പക്ഷെ അതിന്റെ തീക്ഷ്ണമായ ഒരു മത്സര രീതി ത്വരയൊന്നും അവിടെ കണ്ടില്ല. നല്ലപോലെ പോളിംഗ് കുറഞ്ഞിട്ടുണ്ട്. അവസാനം വയനാട് പാർലമെന്റ് നിയോജകമണ്ഡലം കമ്മിറ്റി മീറ്റ് ചെയ്യുന്ന സന്ദർഭം ഉണ്ടായപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു, നമ്മൾ ചെയ്യേണ്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചുമതല നമ്മുടെ ഒരു വോട്ട് ഒഴിയാതെ ഇവർക്കെതിരായിട്ട് അണിനിരത്താനാവാം. നമ്മുടെ വോട്ട് നല്ലപോലെ പോൾ ചെയ്തിട്ടുണ്ട്. പക്ഷേ അവരുടെ വ്യത്യാസം വളരെ വലുതാണ്. 5 ലക്ഷത്തിലേക്കാണ് അവർ പറഞ്ഞത് ലക്ഷ്യം. 5 ലക്ഷം വോട്ടിന്റെ ഭൂരിപക്ഷമാണ് വയനാടിൽ എന്ന് പറഞ്ഞാൽ മുമ്പ് രാഹുൽ ഗാന്ധിക്ക് കിട്ടിയതിനേക്കാൾ കൂടുതൽ ഭൂരിപക്ഷം കിട്ടുമെന്നാണ് അവർ പ്രചരിപ്പിച്ചത്. ഇന്ന് കെ സി വേണുഗോപാലൻ പറഞ്ഞിട്ട് ഞങ്ങൾ കൂട്ടടിസ്ഥാനത്തിൽ ബൂത്ത് ഏജന്റുമാർ ഉൾപ്പെടെ കോൺഗ്രസ് നേതാക്കന്മാർ പരിശോധിക്കുമെന്ന്. അപ്പോൾ ഇതിനർത്ഥം മനസ്സിലായില്ല. ഇന്ന് ഞാനിപ്പോൾ ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുമ്പോൾ ഒന്ന് വാർത്തയിലാണ് കെ സി വേണുഗോപാലൻ അഖിലേന്ത്യാ സംഘടനാ ജനറൽ സെക്രട്ടറി. അദ്ദേഹം പറയാണ് ഓരോ ബൂത്തിലും കോൺഗ്രസിന്റെ വോട്ട് എങ്ങനെയാണ് കുറഞ്ഞത്, യു ഡി എഫിന്റെ വോട്ട് എങ്ങനെയാണ് കുറഞ്ഞത് എന്ന കാര്യം പരിശോധിക്കാൻ വേണ്ടി ബൂത്തടിസ്ഥാനത്തിലുള്ള യോഗം ഞങ്ങൾ ചേരും, ബൂത്ത് ഏജന്റുമാരെ കൂടി പങ്കെടുപ്പിച്ച് എന്നിപ്പോ പറഞ്ഞു വെച്ചിട്ടുണ്ട്. നല്ലപോലെ കുറയും. നമ്മൾ ജയിക്കുമെന്നൊന്നും പറഞ്ഞില്ല, ഇന്നും പറഞ്ഞില്ല. പക്ഷെ ഒരു മുന്നേറ്റം ഉണ്ടാക്കാൻ വയനാട്ടിനും സാധിക്കും. ചേലക്കര കഴിഞ്ഞ കുറെ കൊല്ലമായി 10-25 വർഷമായിട്ട് ഇടതുപക്ഷ ജനാധിപത്യത്തോട് ജയിക്കുന്ന മണ്ഡലം. ഇടതുപക്ഷ ജനാധിപത്യത്തിലേക്ക് മുൻകൈയുള്ള മണ്ഡലം. ആ മണ്ഡലത്തിലെ ഇടതുപക്ഷ ജനാധിപത്യങ്ങളുടെ സ്ഥാനാർത്ഥിയായിട്ട് മുമ്പ് മത്സരിച്ച് ജയിച്ച യുവാർ പ്രദീപ് തന്നെയാണ് സ്ഥാനാർത്ഥി. അതിന്റെ അപ്പോഴും ഇപ്പോഴും മത്സരിച്ച് ജയിച്ചത് സഖാവ് കെ രാധാകൃഷ്ണനാണ്. മന്ത്രിയായത് സ്പീക്കറായത് എല്ലാം ആ മണ്ഡലത്തിൽ നിന്ന് തന്നെയാണ്. സഖാവ് കെ രാധാകൃഷ്ണന്റെ പാർലമെന്റിലേക്കുള്ള മാറ്റത്തോടുകൂടിയാണ് തെരഞ്ഞെടുപ്പ് പോകുന്നത്. രാധാകൃഷ്ണനെ അവിടെ തന്നെ നിർത്തണമായിരുന്നു. ജാതി ഉൾപ്പെടെ പറഞ്ഞുകൊണ്ടാണ് അവസാനം കൂട്ടുപിടിച്ചത്. പട്ടികജാതിക്കാരനെ ഒരു മന്ത്രിയാക്കാനുള്ള സൗകര്യമില്ലാതാക്കി. മുഖ്യമന്ത്രിക്ക് എന്തെങ്കിലും സംഭവിച്ചിരുന്നുവെങ്കിൽ, അങ്ങനെയാണ് അവർ ആഗ്രഹിക്കുന്നത്, സംഭവിച്ചിരുന്നുവെങ്കിൽ കേരളത്തിലെ ഭാവി മുഖ്യമന്ത്രിയാവേണ്ടിയിരുന്ന ഒരാളാണ് രാധാകൃഷ്ണൻ. അയാളെയാണ് ഇവിടുത്തെ പാർലമെന്റിലേക്ക് അയച്ചത്. പാർലമെന്റിൽ സഖാവ് രാധാകൃഷ്ണൻ AKയുടെ സ്ഥാനത്താണ് കണ്ടുകൊള്ളണം. പാർലമെന്ററി പാർട്ടിയുടെ ഏറ്റവും ഉയർന്ന ലീഡറായിട്ടാണ് സഖാവ് രാധാകൃഷ്ണനോട് പ്രവർത്തിക്കുന്നത്. കേരളത്തിൽ നിന്ന് ഒരു സീറ്റ് മാത്രമേ നമുക്ക് കിട്ടിയിട്ടുള്ളൂ. ഓരോ തന്നെയാണ് രാധാകൃഷ്ണൻ നിർത്തിയത്. പലരെയും നിർത്തിയത് തന്നെയാണ് ജയിക്കുക എന്നുള്ള ലക്ഷ്യം വെച്ചുകൊണ്ട് തന്നെയാണ്. പക്ഷേ ലക്ഷക്കണക്കിന് വോട്ടിനൊക്കെ തൂക്കുകയാണ് ഉണ്ടായത്. ഈ കാസർഗോഡ് തോറ്റു 1 ലക്ഷം വോട്ടിനാണ് തോറ്റത്. കണ്ണൂർ തോറ്റു ഇതേപോലെ തന്നെ. വടകര തോറ്റു ഇതേപോലെ തന്നെ. കോഴിക്കോട് തോറ്റു ഇതേപോലെ തന്നെ. ലക്ഷമാണ് 2.8% വോട്ട് UDFന് കുറവായിരുന്നു. 2.8% വോട്ട് UDFന് കുറവായിരുന്നു. LDFന് 1.75% വോട്ടാണ് കുറഞ്ഞത്. നമ്മളെക്കാളും 1%-ലധികം വോട്ട് അവർക്ക് കുറവാണ്. പക്ഷേ നമുക്ക് സീറ്റൊന്നും കിട്ടി. ഒറ്റ സീറ്റ് മാത്രമേ കിട്ടി.
അതെന്തുകൊണ്ടാണ് എന്നെല്ലാവർക്കും അറിയാം. പാർലമെന്റിലെ സീറ്റ് എന്തുകൊണ്ട് നമുക്ക് നഷ്ടപ്പെട്ടു? അത് ദേശീയ രാഷ്ട്രീയത്തിന്റെ പരിമിതിയാണ്. ഞങ്ങളുടെ റിവ്യൂ റിപ്പോർട്ടിന്റെ ഭാഗമായിട്ട് കൃത്യമായിട്ട് പരിശോധിച്ചതാണ്. ദേശീയ രാഷ്ട്രീയത്തിൽ ബിജെപിയെ തകർക്കാൻ ഇന്ത്യ ബ്ലോക്ക് അനിവാര്യമാണ്. ഞങ്ങൾ തള്ളി പറഞ്ഞില്ല. ഇന്ത്യ ബ്ലോക്ക് ഇല്ലായിരുന്നുവെങ്കിൽ ബിജെപി ആദ്യഘട്ടം പറഞ്ഞ 370 മുതൽ 430 വരെയുള്ള സീറ്റ് ഞങ്ങൾ നേടും. അങ്ങനെ ഈ നമ്പർ വർദ്ധിച്ച് ജയിക്കുമെന്ന് പറയുന്നത് വെറുതെ പറയുന്നതല്ല. 2025 RSSന്റെ 100ാം വാർഷികം നടക്കുമ്പോഴും ആ വാർഷിക സമ്മേളനത്തിന്റെ ഒപ്പം ഇന്ത്യ ഒരു മതരാഷ്ട്രമായി പ്രഖ്യാപിക്കുന്നു. അതിന് പേരാണ് ഹിന്ദുത്വ, ഒരു മതരാഷ്ട്രം. ദേശീയ രാഷ്ട്രീയത്തിന്റെ ഭാഗമായി മതമായിരുന്നു യഥാർത്ഥത്തിൽ ദേശീയതയുടെ കാതലായ ഭാഗം. RSSന്റെ വാദമാണ്. രണ്ട് ദേശീയത, ഒന്ന് മുസ്ലിം ദേശീയത, മറ്റൊന്ന് ഹിന്ദു ദേശീയത. മുസ്ലിം ദേശീയത ഉയർത്തിപ്പിടിച്ചവർക്ക് രാജ്യം കിട്ടി പാകിസ്ഥാൻ. ഹിന്ദു ദേശീയത ഉയർത്തിപ്പിടിച്ച ഇന്ത്യക്ക്, ഭാരതത്തിന് ഒരു രാഷ്ട്രം കിട്ടിയില്ല. ആരാണ് നൽകാതിരുന്നത്? ഈ ഗാന്ധി. അവിടെയാണ് ഗാന്ധിയോടുള്ള വിരോധം. ഗാന്ധിയെ കൊന്നത് ഹിന്ദു രാഷ്ട്രത്തിനു വേണ്ടി ഗാന്ധി നിലകൊണ്ടില്ല എന്നുള്ളതുകൊണ്ടാണ്. മാത്രമല്ല, ഒരു മതനിരപേക്ഷ ഉള്ളടക്കത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് ഈ രാജ്യത്തെ മുന്നോട്ടേക്ക് നയിക്കണമെന്ന ജാഗ്രതയുള്ള ഇടപെടലിന്റെ ഏറ്റവും മുമ്പിൽ നിൽക്കുന്ന നേതാവാണ് എന്നുള്ളതുകൊണ്ടാണ് ഗാന്ധിയെ അവർ കൊന്നത്, വർഗീയവാദികൾ കൊന്നത്. ആ ഗാന്ധിവാദത്തിന്റെ പിന്നിൽ സങ്കുചിതമായ, ഞാൻ നേരത്തെ പറഞ്ഞ ഹിന്ദു ദേശീയതയുടെ ഏറ്റവും ശക്തിയായ അപമതിപ്പുണ്ടാകുന്ന രീതിയിലുള്ള കള്ളപ്രചരണമായി. ഈ ഗാന്ധി ഇതേ നിലപാട് തുടർന്നാൽ നിശബ്ദരാക്കേണ്ടി വരുമെന്ന് പ്രസംഗിച്ചത് വേറെ ആരുമല്ല, സ്വാതന്ത്ര്യം കിട്ടിയ ദിവസങ്ങൾ കഴിഞ്ഞു. അത് കഴിഞ്ഞ് 10-52 ദിവസം കഴിഞ്ഞപ്പോൾ ഗാന്ധിയെ കൊന്നു. ആ ഗാന്ധിവാദം ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഞെട്ടിപ്പിക്കുന്ന ഒന്നാണ്. അതിലേക്ക് തന്നെയാണ് പൗരത്വ ഭേദഗതി നിയമം, അതിലേക്ക് തന്നെയാണ് ഏക സിവിൽ കോഡ്, അതിലേക്ക് തന്നെയാണ് ഒരു രാഷ്ട്രം ഒരു തെരഞ്ഞെടുപ്പ്, അതിലേക്ക് തന്നെയാണ് ഈ രാജ്യം ഹിന്ദുത്വ മുദ്രാവാക്യം വെച്ച് പോകണമെന്ന അവരുടെ ധാരണ. അത് ഈ പാർലമെന്ററി വ്യവസ്ഥ പറ്റില്ല, അത് ഈ ഭരണഘടന പറ്റില്ല, അത് ഈ മതനിരപേക്ഷ ഉള്ളടക്കം പറ്റില്ല. അപ്പോഴ് 430 വരെ സീറ്റ് വാങ്ങി ഇന്ത്യൻ ഭരണഘടനയെ പരിപൂർണമായിട്ട് മാറ്റാൻ ബിജെപിക്ക് ഭൂരിപക്ഷം വേണം. 3/2 ഭൂരിപക്ഷം. അത് വന്നാൽ ഈ ഭരണഘടന ഞങ്ങൾ മാറ്റും, ഈ ഫെഡറൽ സംവിധാനം ഞങ്ങൾ മാറ്റും, ഈ പാർലമെന്ററി സംവിധാനം ഞങ്ങൾ മാറ്റും എന്ന് ബിജെപി പരസ്യമായിട്ട് പറഞ്ഞതാണ്. മനുസ്മൃതിയെ അടിസ്ഥാനപ്പെടുത്തി ചാതുർവർണ്ണ വ്യവസ്ഥയിൽ ഊന്നിയ ഒരു ഭരണഘടന ഉണ്ടാക്കും എന്നവർ വ്യാപകമായിട്ട് പ്രചരിപ്പിച്ചു. ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ രാജ്യം പാർലമെന്ററി വ്യവസ്ഥ മാറ്റി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഫാസിസത്തിലേക്കുള്ള യാത്ര തെരഞ്ഞെടുക്കുന്ന ഘട്ടത്തിൽ പഴയ സമൂഹത്തേക്ക് നിലനിർത്താൻ, ഇന്ത്യ സോഷ്യലിസത്തിലേക്കും പരിധിയിലേക്കും നിലവിലുള്ള ജനാധിപത്യ സംവിധാനത്തെയെങ്കിലും നിലനിർത്താൻ ഈ ഭരണ സംവിധാനത്തിന്റെ ഭാഗമായിട്ട് ബിജെപിയെ തോൽപ്പിക്കേണ്ടത് അനിവാര്യമാണെന്നതിൽ നിന്നാണ് ഇന്ത്യ ബ്ലോക്കിന്റെ രൂപീകരണവും ഇന്ത്യ ബ്ലോക്കിന്റെ ഭാഗമായിട്ടുള്ള സംയോജിതമായ പ്രവർത്തനങ്ങളും ഇന്ത്യയിൽ നടന്നത്. അത് ശരിയായിരുന്നു എന്ന് തെരഞ്ഞെടുപ്പ് തെളിയിച്ചു. 2% കൂടി വോട്ട് ഇന്ത്യ ബ്ലോക്കിന് ലഭിച്ചിരുന്നുവെങ്കിൽ ഈ ബിജെപിയുടെ ഭരണം അവസാനിക്കുമായിരുന്നു. 38 പാർലമെന്റ് സീറ്റ് കൂടി ഇന്ത്യ ബ്ലോക്കിന്റെ ഭാഗമായിട്ട് നിൽക്കുന്ന പ്രസ്ഥാനങ്ങൾക്ക് ലഭിച്ചിരുന്നുവെങ്കിൽ ഇന്ത്യയുടെ ചിത്രം മാറുമായിരുന്നു. ബിജെപിക്ക് ഭരണഘടന ഭേദഗതിക്കാനുള്ള സീറ്റ് കിട്ടിയില്ല എന്ന് മാത്രമല്ല, സ്വന്തം ഭൂരിപക്ഷം ഇല്ലാതായി, കൂട്ടുകക്ഷി ഗവൺമെന്റ് വന്നു. അതിനെല്ലാം പ്രേരക ശക്തിയായിട്ട് നിന്നത് ഞാൻ ഈ പറഞ്ഞ ഇന്ത്യ ബ്ലോക്ക് തന്നെയാണ്.
ദേശീയ രാഷ്ട്രീയത്തിലെ ഈ പ്രാധാന്യം കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് കേരള ഘടകം കാണാതിരിക്കുന്നില്ല. ഇന്ത്യയിലുള്ളവരും അവരുമായിട്ട് നമ്മൾ ഐക്യം. ഇവിടെ ഈ കേരളത്തിൽ നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ശത്രു കോൺഗ്രസ്, ഇന്ത്യ ബ്ലോക്കിന്റെ നേതൃത്വം. നമ്മൾ മത്സരിക്കുന്നത് 55 സീറ്റ്. എന്തെങ്കിലും ഒരു സാധ്യത BJP ഭരണം അവസാനിപ്പിക്കാൻ രാഹുൽ ഗാന്ധിക്കും കോൺഗ്രസും വരെ സാധിക്കുക എന്ന പൊതുബോധം മതനിരപേക്ഷ ഉള്ളടക്കമുള്ളവരുടെ വോട്ട് കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ വിജയ മുദ്രാവാക്യത്തിന് പിന്നിൽ അണിനിരത്തി വോട്ട് അങ്ങോട്ടേക്ക് മാറി. ഇപ്രാവശ്യവും അതേ രീതിയിൽ കുറെ കൂടി സജീവമായി അപ്പുറത്തേക്ക് മാറി. ഈ ഒരു പരിമിതി കേരളത്തിലെ പാർലമെന്റ് തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് അഭിമുഖീകരിച്ചു എന്നുള്ളത് പരസ്യമായിട്ട് പാർട്ടി സംഘടന കമ്മിറ്റിയും സംസ്ഥാന കമ്മിറ്റിയും ജനങ്ങളോട് പങ്കുവെച്ചത് തന്നെയാണ്. എന്നാൽ ഇവിടെ എന്താണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് സൂക്ഷ്മമായിട്ട് പരിശോധിച്ച് നോക്കുമ്പോൾ ഒരു വലിയ കൂട്ടുകെട്ട് രൂപപ്പെട്ടു വരികയാണ്. 1957-59 ഘട്ടത്തിൽ വിമോചന സമരത്തിന്റെ സാമ്രാജ്യത്വ മുദ്രാവാക്യത്തിന്റെ ഭാഗമായിട്ട് നിന്ന ശക്തികൾ എങ്ങനെ കോടിക്കണക്കിന് രൂപ ഇന്ത്യയിൽ ചെലവഴിച്ച് അമേരിക്കൻ CIA പണം പറ്റി എല്ലാ പിന്തിരിപ്പ ശക്തികളും, വർഗീയ പിന്തിരിപ്പ ശക്തികളും, ജാതീയമായ സംഘടനകളുമെല്ലാം കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കെതിരായി ഓളഞ്ഞുതുള്ളി മുമ്പോട്ടേക്ക് വന്ന അക്രമാസക്തമായ സമരത്തിന്റെയും പ്രക്ഷോഭത്തിന്റെയും ചിത്രം എന്തായിരുന്നോ 57-59? ആ ചിത്രത്തിലേക്ക് ഇപ്പോഴ് രണ്ടാം പിണറായി ഗവൺമെന്റ് അധികാരത്തിൽ വന്ന് നിൽക്കുന്ന ഈ 2-3 വർഷക്കാലം അതിന്റെ സേവളായി. ഒരു ഭാഗത്ത് ഭൂരിപക്ഷ വർഗീയത, RSS, BJP, സംഘപരിവാർ വിഭാഗം, സ്വത്വ രാഷ്ട്രീയം, ജാതി വിഭാഗങ്ങളെല്ലാം അതിനെല്ലാം ചേർത്ത് ഒരു വർഗീയ ബ്ലോക്കാക്കി കേരളത്തിലെ ഇടതുപക്ഷ പ്രസ്ഥാനത്തിന്, പുരോഗമന പ്രസ്ഥാനത്തിന് എതിരായിട്ട് നിലകൊള്ളുന്നു. ഒരു ഭാഗം അവർ പ്രഖ്യാപിച്ചു ഞങ്ങളുടെ ശത്രു CPI. മറുഭാഗത്ത് ന്യൂനപക്ഷ വർഗീയത, അതിന്റെ ആണിക്കെത്തുന്ന BJPയുടെ തന്നെ കൗണ്ടർ പാർട്ടായിട്ട് നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ജമാഅത്തെ ഇസ്ലാമി മതരാഷ്ട്രം തന്നെയാണ് മുദ്രാവാക്യം. BJP മതരാഷ്ട്രം തന്നെ, അതേപോലെ ജമാഅത്തെ ഇസ്ലാമി. അവർ പിന്നീട് ശക്തിയായ SDPI, ഒപ്പം ലീഗിന്റെ അണികളെല്ലാം ഈ വിഭാഗമാണ് നയിച്ചു കൊണ്ടുപോകുന്നത്. ആശയപരമായി ജമാഅത്തെ ഇസ്ലാമിയുടെ സ്ത്രീ കേരളമാരുൾപ്പെടെ കോൺഗ്രസ് അതിന്റെ ഗുണഭോക്താവ്. ഇന്ന് ഞാൻ പറയാ, ന്യൂനപക്ഷ വർഗീയയുടെ അങ്ങേത്തലയായ ജമാഅത്തെ ഇസ്ലാമി തീവ്രവാദ രാഷ്ട്രീയത്തിന്റെ, വർഗീയ രാഷ്ട്രീയത്തിന്റെ പ്രഭവ കേന്ദ്രമായി നിലകൊള്ളുന്ന SDPI, ഇതിന് പരിപൂർണമായ പിന്തുണ നൽകി ചെറുവിരിച്ച് സംരക്ഷിക്കുന്ന മുസ്ലിം ലീഗ്, ഇതിന്റെ എല്ലാം ഗുണഭോക്താവായി അതിന്റെ ഒപ്പം നിൽക്കുന്ന കോൺഗ്രസ്, ഇതെല്ലാം ചേർന്ന ഒരു കൂട്ടുകെട്ട്. അവരുടെയും നമ്പർ 1 ശത്രു CPIM. പൊതു ഐക്യമാണ്. CPM-നെതിരായിട്ട് പൊതു ഐക്യമാണ്. യഥാർത്ഥത്തിൽ ഈ കേരളത്തിൽ ഇപ്പോഴ് ഈ 2024 നമ്മൾ കാണുന്ന ചിത്രം. അതിന്റെ മുമ്പന്തിയാണ് മാധ്യമ പട. ഭൂസ്വ രാഷ്ട്രീയ പാർട്ടികളെക്കാൾ കേരളത്തിലെ ഇടതുപക്ഷ പ്രസ്ഥാനത്തിനും ഇടതുപക്ഷ മുന്നണി ഗവൺമെന്റിനുമെതിരായിട്ട് അതിശക്തിയായ കള്ള പ്രചാരവേല സംഘടിപ്പിക്കുന്ന പ്രധാനപ്പെട്ട കേന്ദ്രമായിട്ട് ഈ പറയുന്ന മാധ്യമ പട മാറിയിരിക്കുകയാണ്. ഭൂരിപക്ഷം ലോകത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കെതിരായി, തൊഴിലാളികളുടെ രാഷ്ട്രീയത്തിനെതിരായി ഈ കേരളത്തെ പോലെ മാധ്യമ പടയുള്ള മറ്റൊരു നാട് ലോകത്തെത്തിയില്ല. കോൺഗ്രസ് രാജ്യങ്ങളെ പറയേണ്ടല്ലോ, മുതലാളിത്ത രാജ്യം. വലതുപക്ഷ ആശയ നിർമ്മിതിക്ക് വേണ്ടി ഇതുപോലെ പ്രവർത്തിക്കുന്ന മാധ്യമ ശൃംഖല പറയില്ല. എല്ലാവരും നമുക്കെതിരാണ്. ഓരോ ദിവസവും ഓരോ കഥ മെനയുകയാണ്. അത് പൊഴിയുമ്പോൾ അടുത്ത കഥ, അത് പൊഴിഞ്ഞു പോയാൽ യാതൊരു ജാമ്യതയുമില്ല. മൂന്നാമത്തെ കഥയും പൊഴിയുമ്പോൾ 4ാമത്തെ കഥ. എല്ലാ ദിവസവും പുതിയ കഥ. അത് കമ്മ്യൂണിസ്റ്റ് വിരുദ്ധമാണ്, ഇടതുപക്ഷ ഗവൺമെന്റിനെതിരാണ്, മുഖ്യമന്ത്രിക്കെതിരാണ്, കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതൃത്വത്തിനെതിരാണ്. ഈ കഥയാണ് ഇവിടെ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ കള്ളപ്രചരണത്തെ അഭിമുഖീകരിക്കാൻ നമുക്ക് സാധിക്കണം. വളരെ ശക്തിയായ രീതിയിൽ നമുക്ക് മുന്നേറാനാവണം.
ഒരു പുതിയ കേരളത്തെ സൃഷ്ടിക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. നേരത്തെ കണ്ട പാവപ്പെട്ട മനുഷ്യന് ഗുണമേന്മയോടെ ജീവിക്കാൻ സാധിക്കുന്ന കേരളത്തിൽ അത് എത്രയോ കൂടുതൽ മുന്നിലേക്ക് നയിക്കാൻ നവകേരള സൃഷ്ടിക്ക് വേണ്ടി പ്രവർത്തിക്കാൻ രണ്ടാം ടേം ഗവൺമെന്റ് അധികാരത്തിൽ വന്നപ്പോൾ അപ്പോൾ തീരുമാനിച്ചു UDF ഒരു ഇഞ്ച് മുന്നോട്ടേക്ക് പോകാൻ അനുവദിക്കരുത്, ഒരു വികസന പ്രവർത്തനവും നടത്താൻ അനുവദിക്കില്ല. BJP പ്രതിജ്ഞയെടുത്തു. അത് തന്നെയാണ്. ഇങ്ങനെ ലോകത്തെവിടെയും ഇല്ലാത്ത രീതിയിൽ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ഒരു പ്രതിപക്ഷത്തിന്റെ ചുമതല നിർവഹിക്കാൻ തയ്യാറില്ലാതെ ഒരു വികസന പ്രവർത്തനവും നടത്താൻ അനുവദിക്കില്ല എന്ന രീതിയിൽ വരിക. കേന്ദ്ര ഗവൺമെന്റ് ആണെങ്കിൽ ഈ കേരളത്തിലെ ഗവൺമെന്റ് ഒരേ ഒരു ഗവൺമെന്റാണ്, ഇടതുപക്ഷ ഗവൺമെന്റ്. അതിനെ ഇല്ലാതാക്കിയേ പറ്റൂ എന്നുള്ള നിശ്ചയദാർഢ്യത്തോടുകൂടി മുന്നോട്ടേക്ക് പോകും. സാമ്പത്തിക ഉപരോധമാണ് കേരളത്തിലെ ഗവൺമെന്റിനെതിരായി. ലോകം മുഴുവൻ കണ്ട വയനാട് ദുരന്തം, ആ ദുരന്തം അനുഭവിച്ചവർക്ക് പുനരധിവാസത്തിന് വേണ്ടി പണം പോകണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ മെമ്മോറാണ്ടമായി വാ, ഞാൻ കണ്ടല്ലോ, എല്ലാ സഹായവും തരാം. മാസങ്ങൾ കഴിഞ്ഞു, ഒരു പൈസ വന്നിട്ടില്ല. കേരളത്തെ ഏത് വിധേയയും ഞെട്ടിക്കൊല്ലാനുള്ള ബോധപൂർവമായ പ്രവർത്തനം. BJP അതേ നിലപാട് തന്നെ, UDF അതേ സമീപനം തന്നെ. കേരളത്തിന്റെ വികസന പ്രവർത്തനങ്ങളിൽ നിന്ന് മുന്നോട്ടേക്ക് പോകാൻ നമുക്ക് പറ്റില്ല. കേരളത്തെ പുതിയ തലത്തിൽ മുന്നോട്ടേക്ക് നയിക്കണം. പുതിയ വ്യാഖ്യാനത്തോടുകൂടി തന്നെ മുന്നോട്ടേക്ക് പോകണം. പണമൂലധനത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള മൂലധന നിക്ഷേപവും ആ സമ്പദ് വ്യവസ്ഥയും കേരളത്തിൽ പ്രായോഗികമാവില്ല ഇനി. അപ്പോഴാണ് നമ്മൾ പുതുതായിട്ട് പറഞ്ഞത് ഒരു പുതിയ സമ്പദ് വ്യവസ്ഥ. അതാണ് നിങ്ങൾക്കെല്ലാം അറിയുന്ന എന്താ ഒരു പുതിയ സമ്പദ് വ്യവസ്ഥയെ പറ്റും. സാധാരണ പണമൂലധനമാണ് സമ്പദ് വ്യവസ്ഥ മാറ്റേണ്ടത്. ഇത് വിജ്ഞാനമാണ്, നോളജ് എക്കണോമി. നമ്മുടെ വിജ്ഞാനത്തെ, അറിവിനെ മൂലധനമായി ഉപയോഗിച്ചുകൊണ്ട് ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയിൽ നിന്ന് വേറിട്ട് നിൽക്കുന്ന സമ്പദ് വ്യവസ്ഥയിലേക്ക് കേരളത്തെ നയിക്കാനാവണം നമുക്ക് സാവും. ഏതാണ്ട് 15,000-ഓളം സ്റ്റാർട്ടപ്പുകൾ നമുക്ക് കൈകാര്യം ചെയ്യാം. വിജ്ഞാന മേഖലയെ ഉപയോഗപ്പെടുത്തിയിട്ട് ശാസ്ത്ര സാങ്കേതിക വിദ്യ അതിന്റെ ഭാഗമായിട്ട് ചേർത്ത് ഒരു പുതിയ രീതിയിൽ കേരളത്തെ മുന്നോട്ടേക്ക് നയിക്കാം. വിഴിഞ്ഞ പദ്ധതി ആ തലത്തിലേക്ക് വരുന്ന ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കേന്ദ്രമായി. കൊച്ചി നിങ്ങൾക്കെല്ലാം അറിയുന്നത് പോലെ കോയമ്പത്തൂർ, ഇടനാഴി, പാലക്കാട് ജില്ലയിൽ മാത്രം 1300 ഏക്കർ ഭൂമിയാണ് എക്വയർ ചെയ്തത്. കേന്ദ്ര ഗവൺമെന്റ് അംഗീകാരം കിട്ടി. ഈ വ്യവസായ ശൃംഖല ഇതിന്റെ ഭാഗമായിട്ട് രൂപം കൊള്ളാൻ പോവുകയാണ്. ഇതിന് തന്നെ വേറെ പതിപ്പാണ് കൊച്ചി മുതൽ മംഗലാപുരം വരെയുള്ള ഇടനാഴി. ഇങ്ങനെ പുതിയ തലത്തിലേക്ക് പുതിയ IT മേഖല, പുതിയ സംവിധാനങ്ങൾ, ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെ ഫലപ്രദമായ പ്രയോഗങ്ങൾ, ഇതെല്ലാം ഹൈഡ്രജൻ ഉൾപ്പെടെ ഉപയോഗപ്പെടുത്തിക്കൊണ്ടുള്ള ഊർജം, ഇതെല്ലാം നമ്മൾ കൈകാര്യം ചെയ്യാൻ പോകണം. കേരളം ഈ എല്ലാ തരത്തിലുള്ള സാമ്പത്തിക പരിസ്ഥിതി നിലനിൽക്കുമ്പോഴും ഈ കേരളത്തിന്റെ വികസനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ പാവപ്പെട്ട മനുഷ്യർക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്ന പെൻഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ കുറ്റവീഴ്ച പാടില്ല. കേരളത്തിന്റെ വിധിയെടുത്താണ് വിശ്വസിച്ചപ്പോൾ കണ്ടതാണ്. കൃത്യമായിട്ട് ഈ പാവപ്പെട്ടവർ കൊടുക്കേണ്ടുന്ന ആനുകൂല്യങ്ങൾ മുഴുവൻ കൊടുക്കണം. സാമ്പത്തികമായ പരാധീനതകൾ പലതുണ്ട്, അതിന് ബാധകമാവാൻ പാടില്ല. മുഖ്യമന്ത്രി തന്നെ 300 അനുസരിച്ച് അസംബ്ലിയിൽ ആ കാര്യങ്ങൾ ഓരോന്നോരോന്നായി എണ്ണി പറഞ്ഞു. അധ്യാപകർക്ക് ജീവനക്കാർക്ക് കൊടുക്കുന്ന ക്ഷാമത ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നമ്മൾ ഉദ്ദേശിക്കുന്ന 2 എടുപ്പ് കൊടുക്കുന്നതെല്ലാം ഉണ്ടായി. ഞാനതിന്റെ വിശകലനത്തിലേക്ക് കടക്കില്ല. ഇങ്ങനെ ഒരു പുതിയ കേരളം, നവകേരളം, ആ നവകേരളം എന്ന് പറയുന്നത് 400 വർഷക്കാലമായി ലോകത്ത് ജനാധിപത്യ വിപ്ലവത്തിന്റെ ഭാഗമായി രൂപപ്പെട്ട് വളർന്നു വന്ന സമ്പദ് വ്യവസ്ഥ, വികസിത മുതലാളിത്ത സമൂഹം. ആ മുതലാളിത്ത സമൂഹത്തിലെ ജനങ്ങളുടെ ജീവിത നിലവാരത്തിലേക്ക് ഈ കേരളത്തെ 10, 15, 20 വർഷമാകുമ്പോഴേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യം വെച്ച് പ്രവർത്തിക്കുന്ന നവകേരള സൃഷ്ടിക്കു വേണ്ടി നമുക്ക് ഈ കേരളത്തെ മുന്നോട്ടേക്ക് നയിക്കാനാവണം. ഈ പുതിയ കേരളത്തെ മുന്നോട്ടേക്ക് നയിക്കുമ്പോൾ അതിന് ഊണും പാവുമായി പ്രവർത്തിച്ചത് സ്വന്തം ജീവിതം തന്നെ സമർപ്പിച്ച ധീരരായ വിപ്ലവകാരികൾ, പോരാളികൾ, രക്തസാക്ഷികൾ ഉൾപ്പെടെയുള്ളവരാണ്. അതിൽ ഏറ്റവും പ്രമുഖരായ മലബാർ മേഖലയിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ സ്ഥാപക നേതാക്കളിൽ ഒരാളായിട്ടാണ് സുബ്രഹ്മണ്യ ഷെണായിയെ നമ്മൾ കാണുന്നത്.
അവരെല്ലാം പടുത്തുയർത്തി രൂപപ്പെടുത്തി വളർത്തിയെടുത്ത ഈ പ്രസ്ഥാനത്തിന്റെ അമരത്തു നിന്ന് നമുക്ക് ഇനിയും ഒരുപാട് ദൂരം മുമ്പോട്ടേക്ക് പോകേണ്ടതുണ്ട്. ഒരുപാട് പ്രതികൂല സാഹചര്യങ്ങളെ അതിജീവിക്കേണ്ടതുണ്ട്. ഇതെല്ലാം മനസ്സിലാക്കി ഇതിന്റെ എല്ലാം ഭാഗമായി പാർട്ടിയെയും പ്രസ്ഥാനത്തെയും ജനങ്ങളെയാകെ ജീവിതത്തെ ശക്തിപ്പെടുത്തി മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഫലപ്രദമായ ഇടപെടൽ സുബ്രഹ്മണ്യ ക്ഷേണായുടെ സ്മരണക്ക് മുമ്പിൽ ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് നമ്മളത് ഉയർത്തിപ്പിടിച്ച് മുമ്പോട്ടേക്ക് പോകുമെന്ന പ്രതിജ്ഞയാണ് ഇത് നിർവഹിക്കാനുള്ളത്. ആ പ്രതിജ്ഞ നിർവഹിക്കണമെന്ന് മാത്രം ചൂണ്ടിക്കാണിച്ച് ഈ സമ്മേളനം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായിട്ട് അറിയിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്. നമ്മുടെ എംഎൽഎയുമായ ശ്രീ പി.ഐ. മധുസൂദനനെ പ്രസംഗിക്കുന്നതിനായി